അല്ല, പി സിയുടെ അത്തരം ചോദ്യങ്ങൾ പി സി മാത്രമല്ല പലരും കേരളത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ രാഷ്ട്രീയം ഇടതു വലതായി തിരിഞ്ഞ് നിന്നിട്ട് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ മുസ്ലിം സമുദായവും ഹമാസും തമ്മിലൊന്നും യഥാർത്ഥത്തിൽ ബന്ധമില്ല. ഹമാസുമായിട്ട് ബന്ധമുള്ളത് മുസ്ലിം സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘങ്ങൾക്കാണ്. അപ്പോൾ ആ തീവ്രവാദി സംഘങ്ങളെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഇടതു വലത് മുന്നണികൾക്കില്ല, BJPക്കുമില്ല, ആർക്കുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം തീവ്രവാദികളെ ആർക്കും ന്യായീകരിക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവർ പൊതുവെ നിശബ്ദരാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്കെതിരെ സംസാരിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള സംഭാഷണമായിട്ട് മാറിത്തീർന്നില്ലെങ്കിൽ തന്നെ എതിരാളികൾ മാറ്റി തീർക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, അതിൽ മൗനം അവലംബിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ CPM-ൽ ഇപ്പോൾ പി ജയരാജനെ പോലെയുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് മുസ്ലിം തീവ്രവാദത്തിനെതിരെ രംഗത്ത് വരികയും SDPIക്കെതിരെയും അതേപോലെ അങ്ങനെയുള്ള എല്ലാ സംഭവം ജമാഅത്ത് ഇസ്ലാമി ഇവർക്കൊക്കെ എതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്ത് അവരവിടെ നിൽക്കുന്ന ഒരു പൊസിഷൻ, അത് അവരുടെ തന്നെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്.